إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും സുവർണാവസരമാണ് റമദാൻ മാസം എന്നുള്ളത് നമുക്കറിയാം. ഇത് കാലങ്ങളായി നാം കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും ശ്രമിക്കാതിരിക്കുകയോ ശ്രമിച്ചാൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതോ ആയ അവസ്ഥ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി നിൽക്കുന്ന ദിവസങ്ങൾ വളരെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സമയങ്ങൾ നാം ചെലവഴിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും അതുപോലെ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്നും നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചില സൂചനകൾ മാത്രം ഇവിടെ നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. റമദാൻ തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലക്ഷ്യമായി വിശദീകരിച്ചു. ഇത്രയും ദിവസം നോമ്പ് നോറ്റതിൽ നിന്ന് നോമ്പിൻ്റെ മുമ്പ് ഇല്ലാത്ത എന്തൊരു തഖ്വയാണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? വല്ലതും നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നന്മയോടുള്ള താല്പര്യത്തിലും തിന്മയോടുള്ള വെറുപ്പിലും എന്ത് മാറ്റം നമ്മളിലുണ്ടായി എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. നോമ്പ് എന്ന് പറയുന്നത് അത് പരിചയാണ്, ജുന്നയാണ്, അതുപോലെ വിജാ ആണ്, ഹിസ്നുൻ ഹസീൻ സുരക്ഷിത കോട്ടയാണ്, തിന്മയിൽ നിന്ന് തടുക്കുന്ന ആയുധമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആയുധമാണ്, മറയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ റമദാനിലൂടെ അങ്ങനെ ഒരു മറ, തിന്മക്കും നമുക്കുമിടയിലുള്ള ഒരു മറ, നരകത്തിൽ നിന്ന് മുക്തി നൽകാവുന്ന ഒരു മറ, ഏത് അവസ്ഥയിലും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു രക്ഷാ കവചം, ഇതൊക്കെ റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക. റമദാനിലെ നോമ്പും ഓരോ മാസവും 3 സുന്നത്ത് നോമ്പുകളും നോറ്റാൽ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ഹിബ്ന വഹറ സ്വദർ, നെഞ്ചിന്റെ ആ കത്തൽ, അതായത് കോപം, അതുപോലുള്ള വികാരങ്ങളെ നശിപ്പിച്ചു കളയാൻ സാധിക്കും. എന്നാൽ റമദാനിൽ നോമ്പെടുത്തത് കൊണ്ട് അത്തരത്തിലുള്ള വികാരങ്ങളെ കെടുത്തിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ, ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പ് എന്ത് മാറ്റമാണ് നമ്മളിൽ വരുത്തിയത് നാം ആലോചിക്കുക. റമദാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ സംബന്ധിച്ച് ചെയ്ത, നിങ്ങൾക്ക് റമദാൻ അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, ബറക്കത്ത് നൽകപ്പെട്ട ഒരു മാസം വന്നിരിക്കുന്നു എന്ന് സന്തോഷ വാർത്തയായി റമദാനെ കുറിച്ച് വിശ്വാസികളെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. എന്നാൽ റമദാൻ കൊണ്ട് ലഭിക്കുന്ന എന്ത് ബറക്കത്താണ് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? മറ്റ് ആരാധനാ കർമ്മങ്ങളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ റമദാൻ കൊണ്ട് കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. അത് മുക്കഫിറാത്തുൻ, പാപങ്ങളെ മൂടിക്കളയുന്ന, മായ്ച്ചു കളയുന്നവയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തുപോയ പാപങ്ങളെ മായ്ച്ചു കളയാൻ കരുത്തുള്ള നോമ്പാണോ നമ്മൾ നോറ്റത്? അതിന് നമ്മൾ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ആ 2 സന്തോഷം ഏതാണ്? ഒന്ന്, നോമ്പ് തുറക്കുമ്പോൾ ഒരു നോമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ എന്ന ഒരു സന്തോഷം. അതുവരെ വിലക്കപ്പെട്ട കാര്യങ്ങൾ, അല്ലാത്ത സമയത്ത് അനുവദനീയമായ ചില കാര്യങ്ങൾ നോമ്പിൽ പകലിൽ അള്ളാഹു വിലക്കി. ഇനി അതാകാം, എനിക്ക് ദാഹമുണ്ട്, വെള്ളം കുടിക്കാം, വിശക്കുന്നു, ഭക്ഷണം കഴിക്കാം, വേണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഇതൊക്കെ അനുവദിക്കപ്പെട്ടു. അങ്ങനെ ഒരു നോമ്പ് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു എന്ന ഒരു സന്തോഷം.
രണ്ടാമത്തെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു നിയമത്തോർത്തുകൊണ്ട് സന്തോഷിക്കുവാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ട് സന്തോഷിക്കാം എന്ന നിലക്കുള്ള രണ്ട് സന്തോഷങ്ങൾക്ക് നമ്മൾ ഉടമകളായിട്ടുണ്ടോ? അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോമ്പ് തോറ്റാൽ അത് മുഖേന ഒരു നോമ്പ് കൊണ്ട് 70 വർഷക്കാലത്തേക്ക് വർഷത്തെ ദൂരം നോമ്പുകാരനെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും. മറ്റു റിപ്പോർട്ട് അനുസരിച്ച് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര അകൽച്ചയുണ്ടോ അത്ര ദൂരമുള്ള വലിയ ഒരു കിടങ്ങ്, അത്ര ദൂരം നോമ്പുകാരന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ ഒരു മാറ്റം നാളെ എന്റെ ഒരു നോമ്പ് കൊണ്ട്, അപ്പൊ എത്ര നോമ്പ് നോറ്റുവോ ഇനി ബാക്കിയുള്ളത് കൂട്ടിയാൽ 29 30 നോമ്പ്, 30 നോമ്പ് കൊണ്ട് 30 × 70 അത്രയും വർഷങ്ങൾ അപ്പുറത്തേക്ക് നരകത്തെ എന്നിൽ നിന്ന് അകറ്റാൻ സാധ്യമായ നോമ്പാണോ നമ്മൾ നോറ്റത്? അതല്ല വെറും പട്ടിണി കിടക്കലായിരുന്നുവോ എന്നത് നാം നമ്മോട് പരിശോധിക്കുക. അതേപോലെ റയ്യാൻ എന്ന് പറയുന്ന നോമ്പുകാർക്ക് മാത്രമുള്ള 8 കവാടങ്ങളിൽ ഒരു കവാടം അതാണ്. ആ കവാടത്തിലൂടെ നാളെ എന്റെ നോമ്പ് എന്നെ പ്രവേശിപ്പിക്കുമോ? അതിന് മാത്രം കരുത്തുറ്റ നോമ്പ് ഞാൻ നോറ്റിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ച് വിലയിരുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് ഖുർആൻ തന്നെ ഈ മാസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എങ്കിൽ റമദാനും ഖുർആനും തമ്മിൽ മുമ്പില്ലാത്ത ഒരു ബന്ധം ഈ റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോമ്പും വിശുദ്ധ ഖുർആനും നാളെ പരലോകത്ത് അള്ളാഹുവിനോട് നോമ്പുകാരന് വേണ്ടിയും ഖുർആനിന്റെ ആൾക്ക് വേണ്ടിയും ശഫായത്ത് പറയും. ഫയുശഫഅൻ, അങ്ങനെ അവർ രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണം, ഖുർആൻ അനുസരിച്ചുള്ള നമ്മുടെ ജീവിതം, അതുപോലെ നോമ്പ് നാളെ നമുക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് ഉറപ്പിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ഈ പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആനുമായി നമ്മൾ നടത്തിയിട്ടുള്ളത്? ഒരു തവണയെങ്കിലും പാരായണം ചെയ്യാൻ സാധിച്ചുവോ? ഒരു തവണയെങ്കിലും അതിന്റെ അർത്ഥമെങ്കിലും ഒന്ന് നോക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വന്നുകൊണ്ട് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നു. നാം ഹിഫ്ളാക്കിയ ഖുർആനിന്റെ ഭാഗങ്ങൾ അത് പരിശോധിക്കുവാൻ, അത് മറന്നുപോയത് വീണ്ടെടുക്കുവാൻ, അങ്ങനെ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്താൻ എത്രത്തോളം നമുക്ക് സാധിച്ചു നാം പരിശോധിക്കുക. റമദാനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. നോമ്പിന്റെ നിയമങ്ങൾ പറയുന്നതിനിടയിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആയത്താണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആയത്ത്. ഏതൊരു സലഫി ആദർശക്കാരനും അറിയാവുന്ന കേരള സാഹചര്യത്തിൽ മിക്കവാറും ആളുകൾ പഠിച്ചിട്ടുള്ള വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്ന് നീ പറയുക എന്ന് പോലും അല്ല പറഞ്ഞിട്ടില്ല. പറയണം എന്ന് പറയാതെ ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാകുന്നു, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞത് റമദാനിന്റെ നിയമങ്ങൾ പറയുന്നതിനിടയിലാണ്. അപ്പോൾ റമദാനും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് എത്ര പ്രാർത്ഥനയിൽ മുഴുകാൻ സാധിച്ചു? തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന് ദഅവത്തു സ്വാഇം, നോമ്പുകാരൻ നോമ്പ് നോറ്റ് നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക. ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടതുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ആരോടാണ് ചോദിക്കാനുള്ളത്? അള്ളാഹുവിനോടാണ്. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമുക്ക് ആ അള്ളാഹുവിനോട് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, അതും പരിശുദ്ധ റമദാനിൽ സമയമുണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് ഇനി നമുക്കതിന് സാധിക്കുക? മൂന്നാമത്തെ കാര്യം, റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമുക്കതിലേക്ക് മുന്നിടാൻ സാധിച്ചിട്ടുണ്ടോ? നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മലക്ക് വിളിച്ചു പറയും, എന്താണ്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ തേടുന്ന മനുഷ്യ, നീ മുന്നിട്ട് വരൂ. തിന്മ തേടുന്ന മനുഷ്യ, തിന്മയിൽ നിന്ന് വിട്ടുപോകൂ. അപ്പൊ നന്മയിലേക്ക് മുന്നിടാൻ എത്രത്തോളം റമദാനിൽ നമുക്ക് സാധിച്ചു? മുമ്പത്തെ മറ്റു മാസങ്ങളിൽ വ്യത്യസ്തമായി എന്ത് നന്മയാണ് വർദ്ധിപ്പിക്കാൻ, എന്ത് നന്മയോടുള്ള താല്പര്യമാണ് നമുക്ക് അധികരിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. മറ്റൊന്ന്, റമദാൻ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാവുണ്ട്. അതിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമുക്കറിയാം. പക്ഷേ ആ ശ്രേഷ്ഠത നേടിയെടുക്കാൻ റമദാനിലെ തഹറൗ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുക.
വളരെ താല്പര്യത്തോടു കൂടി പരതുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിച്ചുകൊണ്ട്, പ്രേരണ സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ആ ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടണം എന്ന താല്പര്യത്തോടു കൂടി പ്രത്യേകമായ ഒരു ഇബാദത്തിൽ മുഴുകാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെയുള്ള ഒരു രാവുണ്ടായിരിക്കെ ആ രാവ് ലഭിക്കാതെ പോകുന്നവൻ, അവന്റെ ഖൈർ ലഭിക്കാതെ പോകുന്നവൻ, അവൻ ഹുരിമൽ ഖൈറു കുല്ല, എല്ലാ നന്മയും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈലത്തുൽ ഖദർ നേടാൻ കഴിയാത്തവന് സർവ്വ നന്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, മഹ്റൂമായ ദരിദ്രനായ സർവ്വ നന്മയും തടയപ്പെട്ട ഒരുത്തനല്ലാതെ ലൈലത്തുൽ ഖദറിന്റെ ഖൈർ, നന്മ തടയപ്പെടുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോ ഈ അർത്ഥത്തിൽ നമ്മൾ നഷ്ടകാരികളാണോ? മഹ്റൂം, ഖുർആനിൽ മഹ്റൂം എന്ന വാക്ക് ഉപയോഗിച്ച് കാണാം. ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സ്വത്തിൽ നിർണിതമായ ഓഹരിയുണ്ട്, ഹക്കുണ്ട്. ആർക്ക്? ലിസ്സായിൽ, ചോദിച്ചു വരുന്നവനും, വൽ മഹ്റൂം, തടയപ്പെട്ടവൻ, സമ്പത്ത് തടയപ്പെട്ട ദരിദ്രൻ. മഹ്റൂം എന്ന വാക്കിനർത്ഥം തടയപ്പെട്ടവൻ, ദരിദ്രൻ എന്നാണ്. ഖൈറില്ലാത്ത ദരിദ്രനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്തരം ഖൈർ ലഭിക്കാത്ത ദരിദ്രവാസികളായി പോയോ നമ്മൾ? ആ ദാരിദ്ര്യത്തെ നീക്കാൻ, ലൈലത്തുൽ ഖദ്ർ നേടാൻ, അതിനെ തേടാൻ നമുക്ക് സാധിച്ചുവോ എന്നത് നാം പരിശോധിക്കുക. റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് മുക്തരാകുന്ന ആളുകൾ അള്ളാഹുവിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മോചിതരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ? റമദാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ഠനായി മാറാറുണ്ടായിരുന്നു. നമ്മൾ എന്ത് ദാനധർമ്മമാണ് റമദാനിൽ പ്രത്യേകമായി ചെയ്തത് പരിശോധിക്കുക. നമസ്കാരത്തിൽ ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ രാത്രി നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങൾ കഴിഞ്ഞ രാവുകളിൽ കൃത്യമായി നമസ്കരിക്കുവാൻ, അതിൽ പങ്കെടുക്കുവാൻ, അല്ലെങ്കിൽ അത് സ്വന്തമായി നമസ്കരിക്കുവാൻ, അങ്ങനെ അതിന്റെ ഫضل നേടുവാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് നാം പരിശോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ആയാൽ ഇഴ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്നൊരുപാട് ഹദീസുകളിൽ കാണാം. ഒന്ന് രുചിച്ചു നോക്കാൻ, എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ആസ്വാദനമെന്നൊന്ന് പരിശോധിക്കാനെങ്കിലും ഒരു ദിവസമെങ്കിലും വേണ്ട. നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു രാത്രി, ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രിയെങ്കിലും, ഹദീസിൽ വന്ന ചുരുങ്ങിയ പരിധിയതാണ്, ഒരു രാത്രിയെങ്കിലും റമദാനിൽ ഞാനൊന്ന് ഇഴ്തികാഫിരുന്ന് നോക്കട്ടെ. എന്താണ് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്? എനിക്കങ്ങനെ ഉറങ്ങാതിരിക്കാൻ കഴിയുമോ? ഉറങ്ങാതിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് അങ്ങനെ ഒരു രാത്രി കഴിച്ചു കൂട്ടിയാൽ എന്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്? എന്നിൽ വല്ല മാറ്റവും വരുത്തുമോ? ആ ഖൈറൊന്ന് എനിക്ക് തേടിക്കൂടെ എന്ന ഒരു ചോദ്യമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഒരു ദിവസമെങ്കിലും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10-ലെത്തിയാൽ അഹിയൽ ലൈല കുല്ലഹ വഅയ്ഖല അഹ്ലഹ വജദ്ദ വശദ്ദ മിഅ്സറ, കുടുംബക്കാരെ വിളിച്ചുണർത്തും, രാത്രിയെ ജീവിപ്പിക്കും, തുണി മുറുക്കിയെടുക്കും, എന്നിട്ട് അത്യധ്വാനം ചെയ്യും, പരിശ്രമിക്കും. എന്തിനാണ്? ദുനിയാവിന് വേണ്ടിയല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം രാത്രിയെ ജീവിപ്പിക്കുവാൻ, അതുപോലെ തന്നെ കുടുംബക്കാരെ അതിന് പ്രേരിപ്പിക്കുവാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചു നാം പരിശോധിക്കുക. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതികൾ. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ നമുക്കറിയാവുന്നവയാണ്. എന്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല? പോയിട്ടില്ലേ എങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട്. അതല്ല ഇങ്ങനെ തന്നെ തുടരാനാണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മഹ്റൂം, ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാത്ത, അറിയാത്ത പുതിയൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ 3 പടികൾ കയറുമ്പോൾ ആമീൻ ചൊല്ലിയ വിഷയം കാണാം. ആ ഹദീസ് അനുസരിച്ച് ജിബ്രീല് പ്രാർത്ഥിക്കുകയും നബിയോട് ആമീൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തിട്ടുള്ള കാര്യം, അതിലൊന്ന് ഒരു കാര്യം എന്താണ്? മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു, റമളാൻ വന്നെത്തുകയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യാത്തവൻ, അവനെ അല്ലാഹു അകറ്റട്ടെ. മുഹമ്മദേ പറയൂ ആമീൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു. ഇത് അന്ന് മാത്രമല്ല, എക്കാലത്തും ഉള്ള ഈ അവസ്ഥയിലുള്ള റമളാൻ ശരിയായി ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് എതിരിലുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കെതിരിലും ഉണ്ടാകാം. ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാനിന്റെ ഇത്രയും ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞുപോയ നമുക്ക് എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ
ഇതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തുക, എന്നിട്ട് ശരിയായ നോമ്പുകാരായി അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. ഒരു കാര്യം ഒന്നുകൂടി എടുത്തു പറയുകയാണ്, റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും. റമദാൻ ലഭിക്കുകയും എന്നിട്ട് പാപം പൊറുക്കപ്പെടുകയും ചെയ്യാത്തവനെതിരിലാണ് നബി പ്രാർത്ഥിച്ചത്. ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി എന്താണ്? നേരത്തെ പറഞ്ഞ ശരിയായ രീതിയിലുള്ള റമദാനെ ഉപയോഗപ്പെടുത്തൽ. മറ്റൊന്ന്, അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൽ, ചെയ്ത തിന്മയിൽ നിന്ന് പിൻവാങ്ങൽ, ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് പശ്ചാത്താപമുണ്ടാകൽ, അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് ആവശ്യപ്പെടൽ. നോക്കൂ, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ്. ഏത്? അള്ളാഹുവിനോട് പൊറുക്കലിനെത്തിടുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കാഫറുകളോട് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത കപടവിശ്വാസികളോട്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം ശിർക്ക് ചെയ്യുകയും ചെയ്ത മുശ്രിക്കുകളോട്, അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ജൂത ക്രിസ്ത്യാനികളോട്, ഇവരോടൊക്കെ ഖുർആൻ പശ്ചാത്തപിക്കാൻ പറഞ്ഞു. പശ്ചാത്തപിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പശ്ചാത്തപിച്ചാൽ പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ആരോടാ? തനിച്ച കുഫറും ശിർക്കുമുള്ള ആളുകളോട്. എങ്കിൽ വിശ്വാസികളായ ആളുകൾ അല്ലേ ആദ്യം അത് ഏറ്റെടുക്കേണ്ടത്? അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പിഴവുകൾ വന്നുപോയിട്ടുണ്ട്, അതിനെ പുറത്തു തരണം എന്ന് ചോദിക്കാൻ അവകാശപ്പെട്ടവർ, ഏറ്റവും അർഹതപ്പെട്ടവർ, അള്ളാഹുവിൽ വിശ്വസിച്ച പ്രവാചകന്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് അറിയിക്കപ്പെട്ട, പ്രാർത്ഥിക്കാത്തവർക്കെതിരെയുള്ള പ്രാർത്ഥന കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട വിശ്വാസികളായ ഞാനും നിങ്ങളുമല്ലേ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുക. അതേപോലെ കുറച്ച് ഹദീസ് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരടിമ ഒരു തെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അള്ളാഹുവേ എന്റെ പാപം എനിക്ക് നീ പുറത്തു തരണമേ. ഫഖാല തബാറക വതആല അദ്നബ അബ്ദി ദംബ, അള്ളാഹു പറയും എന്റെ അടിമ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ആ മനുഷ്യൻ മനസ്സിലാക്കി, തെറ്റ് ചെയ്ത അടിമ മനസ്സിലാക്കി, എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് എന്റെ പാപം പൊറുക്കുന്നവനാണ്. വയഖുദു ബിദ്ദംബി, പൊറുക്കപ്പെട്ടില്ലെങ്കിൽ പാപം കൊണ്ട് പിടിക്കുന്നവൻ, അതായത് ശിക്ഷിക്കുന്നവനുമാണ് എന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ തെറ്റ് പുറത്തു തരുന്ന ഒരു റബ്ബനിക്കുണ്ട്, ഞാൻ എന്റെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നവനുമാണ് അവൻ എന്നവൻ മനസ്സിലാക്കിയിട്ടാണ് എന്നോട് അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ ആ ആൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പിന്നെയും അയാൾ തെറ്റ് ആവർത്തിക്കുന്നു, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണം. അപ്പോഴും അള്ളാഹു നേരത്തെ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു. അയാൾ വീണ്ടും തെറ്റ് ചെയ്യുന്നു, അള്ളാഹുവിനോട് വീണ്ടും പൊറുക്കലിനെ തേടുന്നു. അള്ളാഹു അപ്പോഴും പറയുന്നു, ഇതാ എന്റെ അടിമ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൻ എന്നോട് പൊറുക്കലിനെ തേടിയിരിക്കുകയാണ്. എന്നിട്ടെന്താ? ഈ അവസരങ്ങളിലൊക്കെ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയും, എഴുമൽ മാശീത്, നീ ചെയ്തത്, നീ ഉദ്ദേശിച്ചത് നീ പ്രവർത്തിച്ചോ, ഫഖദ് ഗഫർതു ലക, നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ നോക്കൂ, തെറ്റ് ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും വീണ്ടും തെറ്റ് ചെയ്യുകയും വീണ്ടും പൊറുക്കലിനെ തേടുകയും വീണ്ടും തെറ്റ് ചെയ്യുകയും വീണ്ടും പൊറുക്കലിനെ തേടുകയും ചെയ്യുന്ന ആളോട് നീ പോയിക്കോ, നിന്റെ പാപം ഞാൻ പൊറുക്കുകയില്ല എന്നല്ല അള്ളാഹു പറയുന്നത്. നീ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക, നിന്റെ പാപം ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയിക്കണം. ഇമാം മുസ്ലിം തന്റെ സഹീഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ നോക്കൂ, പാപം പൊറുക്കാൻ വേണ്ടി തേടുന്ന, പശ്ചാത്തപിക്കുന്ന ആളോട് അള്ളാഹുവിനുള്ള സന്തോഷം എത്രത്തോളമാണ് എന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചോദിക്കുന്നവന് കൊടുക്കാൻ, പൊറുക്കലിനെ തേടുന്നവന്റെ പാപം പുറത്തു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ട്, അള്ളാഹുവെ എന്റെ പാപം പൊറുക്കണേ എന്ന് ഒരിക്കലെങ്കിലും കരഞ്ഞ് പാപങ്ങൾ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി എന്നാണ് മനുഷ്യൻ സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും സമയമുണ്ടാവുക? അതുകൊണ്ട് വലിയ ഒരു ആലോചനക്ക് നമ്മളിവിടെ സന്ദർഭം കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റൊരു കാര്യം, സക്കാത്തുൽ ഫിത്ര, അത് എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നത് നമുക്കറിയാം. ഇവിടെ പലപ്പോഴും സംഘടിതമായി കൊടുക്കുന്ന രീതികൾ നിലനിൽക്കുന്നത് കൊണ്ട് എന്താണോ കമ്മിറ്റിക്കാരൻ തീരുമാനിക്കുന്നത് അതേ നൽകാൻ സാധിക്കുകയുള്ളൂ. നല്ല അരി കൊടുക്കണം, നല്ല വസ്തു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരാൾക്ക് സാധിക്കുകയില്ല. കാരണം കമ്മിറ്റിക്കാരൻ തീരുമാനിച്ച ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന അരി ഉണ്ടാകും. അവൻ തിന്നുന്നത് ആ അരിയാകണമെന്നില്ല, അതിനേക്കാൾ മുന്തിയതാണ്.
പക്ഷെ തീരുമാനിക്കപ്പെട്ടത് ചെറിയ വിലക്കുള്ള അരിയാണ്. അങ്ങനെ എല്ലാവരും അത് കൊടുക്കേണ്ടി വരും. നല്ല അരി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനും ഈ താൻ കഴിക്കുന്ന ഭക്ഷണമല്ലാത്ത അതിനേക്കാൾ വില കുറഞ്ഞ അരിയാണ് കൊടുക്കേണ്ടി. കാരണം എല്ലാവർക്കും വേണ്ടി ഒരു മാനദണ്ഡം സ്വീകരിച്ചു. ഇങ്ങനെയുള്ള തകരാറുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ സംഘടിത രീതിയിൽ ഉണ്ടാകാറുണ്ട്. അവനവന് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നല്ലത് തിന്നുന്നവൻ നല്ലത് കൊടുക്കാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഇവിടെ ഈ വർഷം പ്രത്യേകിച്ച് നമുക്കറിയാം, വീടുകളിൽ അരി കെട്ടിക്കിടക്കുകയാണ്. സ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ വീട്ടിൽ 15 കിലോ 25 കിലോ വരെ അരി റമദാനിന്റെ തൊട്ടു മുന്നും റമദാനിലുമായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ റേഷൻ കടകളിലൂടെ അരികൾ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ആളുകൾ അരികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അരിയില്ലാത്ത ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കിലോ കണക്കിന് അരികൾ വീടുകളിലുണ്ട്. അരിക്ക് ഇന്ന് ആർക്കും ക്ഷാമമില്ല. അരി മാത്രമേ സക്കാത്തുൽ ഫിത്റായി കൊടുത്തുകൂടൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ സക്കാത്തുൽ ഫിത്റായി കൊടുക്കാം. ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്, ബാർലി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതുപോലുള്ള കാരക്ക, ഇതൊക്കെ കൊടുത്തതും കൊടുക്കാൻ പറഞ്ഞതുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. അത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു രാജ്യത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ സക്കാത്തുൽ ഫിത്റായി കൊടുക്കാം. അരി തന്നെ കൊടുക്കണമെന്നില്ല. ആട്ട കൊടുക്കാം, അല്ലെങ്കിൽ മൈദ, റവ അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാം, പയർ കൊടുക്കാം, കടല ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. ഇതൊക്കെ സക്കാത്തുൽ ഫിത്റായി കൊടുക്കാൻ പറ്റും. ഇത് കിട്ടാത്ത ആളുകളുണ്ടാവും. അരി അവന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന എല്ലാ സാധനവും കൊടുത്തുകൂടാ. ഒരു വസ്തു മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്നതാകണം. ഇപ്പൊ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നെയ്യ്, ഉള്ളി, പഞ്ചസാര, ഇതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ്. പക്ഷെ അത് മാത്രം ആരും തിന്നൂല. ഉള്ളി മാത്രം ഒരാൾ കഴിക്കൂല, പഞ്ചസാര മാത്രം ഒരാൾ തിന്നുകയില്ല, എണ്ണ മാത്രം ഒരാൾ കുടിക്കുകയില്ല. അതൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ പാകം ചെയ്യാൻ, രുചിക്കോ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയോ ചേർക്കുന്ന വസ്തുക്കളാണ്. നേരെ മറിച്ച് അങ്ങനെയല്ല. കടല ഒരാൾക്ക് ഒരു ആഹാരമായി കഴിക്കാം, ചെറുപയർ ഒരാൾക്ക് ഒരു ആഹാരമായി കഴിക്കാം, ആട്ടയോ മൈദയോ റവയോ ഉണ്ടായാൽ അതുകൊണ്ട് പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം. അങ്ങനെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ സക്കാത്തുൽ ഫിത്റായി കൊടുക്കാം. അപ്പൊ വെറും അരിയിൽ മാത്രം ഒതുക്കേണ്ടതില്ല എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യം, അരിക്ക് വലിയ ക്ഷാമമില്ലാത്ത ഒരു സന്ദർഭമാണ്. ഇനി അരി തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പണമുള്ള ആളുകൾക്ക്, സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്ന, ദരിദ്രരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വസ്തുവാണ് നെയ്ച്ചോറിനോ ബിരിയാണിയോ പറ്റിയ അരി. പൈസ ഉള്ളവർക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പൊ സാധാരണ കിട്ടുന്ന ഒരു 30 റുപ്യന്റെ അരിയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 60-70 രൂപ കൊടുത്താൽ നല്ല കോല അരി കിട്ടും. 100-നടുത്തോ പുറത്തോ കൊടുത്താൽ അതിനേക്കാൾ നല്ല കയമ അരി കിട്ടും. അത് കൊടുക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പോകട്ടെ, സാധാരണ ചോറ് വെക്കുന്ന അരി മിക്ക വീടുകളിലുമുണ്ട്. എന്നാൽ പത്തിരി ഉണ്ടാക്കാൻ അടുത്ത് പൊതുവിതരണ കേന്ദ്രങ്ങളിൽ പച്ചരി ലഭ്യമല്ലാത്തതിന്റെ പേരിൽ, പച്ചരിക്ക് അമിതമായി വില കൂടി അത് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോ നെയ്ച്ചോറിന്റെ അരിയോ കയമയോ കോലയോ കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് നല്ല പച്ചരി വാങ്ങിക്കൊടുത്താൽ ആളുകൾക്ക് അത് ആവശ്യമുണ്ട്, അവർക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് സാഹചര്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തത്വങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. മറ്റൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളാണ് മുന്നിൽ എന്ന് വരുത്തി തീർക്കാനും അങ്ങനെ ഞെളിയാൻ വേണ്ടിയും ശ്രമിക്കുന്ന മത നേതാക്കന്മാരെയും അതിൻ്റെ മേലധ്യക്ഷന്മാരെയും ഒക്കെ നമുക്ക് കാണാം. ഇസ്ലാമിക ശരീഅത്ത് എന്താണ്, അതിൻ്റെ അകക്കാമ്പ് എന്താണ്, അതിൻ്റെ കാതൽ എന്താണ് എന്നത് നോക്കാതെ ആളുകളുടെ കയ്യടിയും സപ്പോർട്ടും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇവരാണ് മുന്തിയവന്മാർ എന്ന് മറ്റുള്ളവർ അംഗീകരിക്കാൻ കാരണമായേക്കാവുന്ന പ്രവർത്തനങ്ങളിലേക്ക് എടുത്തുചാടുകയും അതിനുവേണ്ടി പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പള്ളികൾ കോവിഡ് രോഗികളെ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റണം, അതിനുവേണ്ടി മുസ്ലിങ്ങൾ മുന്നിൽ നിൽക്കണം. എന്നിട്ട് കേരളത്തിൽ എവിടെയോ, ഇടുക്കിയിലോ കോട്ടയത്തോ മറ്റോ അങ്ങനെ മാറ്റപ്പെട്ട ഒരു പള്ളിയെ പ്രശംസിച്ച് അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഒരു
മുസ്ലിം നേതാവ് പ്രസ്താവന ഇറക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ആ കുറിപ്പിന്റെ തലക്കെട്ട്. ഇങ്ങനെ പല ആളുകളുമുണ്ട്. എന്നിട്ട് പിന്നെ അതിനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും തലസ്ഥാന നഗരിയിലുമൊക്കെ പല പള്ളികളും അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സിഖുകാർ അവരുടെ ഗുരുദ്വാര ഉപയോഗിച്ചുകൊണ്ട് മാതൃക, അപ്പൊ സത്യവിശ്വാസിക്ക് മാതൃകയായിട്ടാണ് പറയുന്നത്, ഏത് ഗുരുദ്വാരകൾ ഇത്തരം കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, പള്ളി സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് പള്ളി ഇത്തരം സാംസ്കാരിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മുസ്ലിങ്ങൾക്കില്ല. ആരാ പള്ളി സാംസ്കാരിക കേന്ദ്രമാണ് എന്ന് പഠിപ്പിച്ചത്? അള്ളാഹുവാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? സർവ്വ അസാംസ്കാരികതകളും എടുത്തുകൊണ്ടുവന്ന് കയറ്റാനുള്ള ഇടമാണോ പള്ളി? അല്ല. പള്ളി എന്തിനാണ്? അതിന്റെ സ്ഥല പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അൽ മസ്ജിദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഇടം. അൽ ജാമി, ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. അപ്പൊ അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടി പ്രവാചകൻ അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഭൂമിയിൽ മുഴുവൻ നമസ്കരിക്കാം വൃത്തികേടില്ലാത്ത സ്ഥലങ്ങളിൽ. എന്നാൽ ഇത് അതിനുവേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ്. ആ ഹദീസിലൂടെ നമസ്കരിക്കാൻ വേണ്ടി, ദിക്ർ ചെല്ലാൻ വേണ്ടി, ദുആ ചെല്ലാൻ വേണ്ടി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുക വലിയൊരു ആവശ്യമാണ് പോയ ആളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത് പള്ളിയിൽ വെച്ച് വിളിച്ചറിയാൻ പറ്റുമോ? നല്ലൊരു ഉപകാരമുള്ള സംഗതിയല്ലേ? പാടില്ല. മാത്രമല്ല, അങ്ങനെ വിളിച്ചു പറയുന്നവൻ നിന്റെ സാധനം കിട്ടാതിരിക്കട്ടെ എന്ന് അവനെതിരിൽ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ എന്താ, പള്ളി നല്ല സ്ഥലമല്ലേ? ആണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, നാടിച്ച് വിളിച്ചൂടെ? ആ വന്ന ആൾക്ക് ഉപകാരം കിട്ടുമല്ലോ? പറ്റൂല. കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും. പള്ളിയുടെ സാധനമാണെങ്കിലും പള്ളിയിൽ വെച്ച് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിനക്ക് ലാ അർബഹല്ല, നിനക്കല്ലാഹു ലാഭം നൽകാതിരിക്കട്ടെ, അവൻ തെറ്റ് ചെയ്തു, തെറ്റിനുള്ള ശിക്ഷയുണ്ട്. മറ്റുള്ളവരോട് അങ്ങനെ പ്രാർത്ഥിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പൊ പള്ളി എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് കാണാം, മദീനയിലെ പള്ളി അങ്ങനെയായിരുന്നു എന്ന ഒരു തട്ടിവിടൽ കൂടി. മദീനയിലെ പള്ളി എങ്ങനെയായിരുന്നു? ആശുപത്രിയായിരുന്നോ? അല്ലെങ്കിൽ എല്ലാവർക്കും കൊണ്ടുവന്ന് കിടക്കാനുള്ള ഇടമായിരുന്നോ? ശരിയാണ്, മദീനയിലെ പള്ളിയിൽ ദരിദ്രരായ ആളുകൾ താമസിച്ചിട്ടുണ്ട്. അഹ്ലുസുഫ, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം അതായിരുന്നു. കാരണം അവർ അഭയാർത്ഥികളാണ്, ഒരിടമില്ലാത്ത മനുഷ്യന്മാർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർ, അവർക്ക് പള്ളിയിൽ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ മുറിവേറ്റ ആളുകൾക്ക് പള്ളിയിൽ കിടക്കാൻ ഇടം നൽകിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ കിടന്ന് രക്തം ഒലിച്ചത് ഹദീസുകളിൽ കാണാം. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മുജാഹിദുകളായ യോദ്ധാക്കളായ ആളുകൾക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങളാണ്. എന്നാൽ അതിന്റെ പേര് പറഞ്ഞ് മുസ്ലിമിനും മുസ്ലിമല്ലാത്തവനും, മൂത്രിച്ചാൽ കഴുകുന്നവനും കഴുകാത്തവനും, ആർത്തവമുള്ളവനും ഇല്ലാത്തവരുമായ സ്ത്രീകളെയും അതുപോലെ തന്നെ സർവ്വജാതികളെയും പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയെ മലിനമാക്കുന്ന മാലിന്യമുള്ളവനെയും അതുപോലെ തന്നെ വന്നാൽ മലിനമാകാവുന്നവരെയും ഇങ്ങനെയുള്ള എല്ലാവർക്കും കയറിക്കിടക്കാനുള്ള ചികിത്സാ കേന്ദ്രമായി ഹോസ്പിറ്റലാക്കി മാറ്റുക എന്നതല്ല. അങ്ങനെ പറഞ്ഞ് അതിന്റെ പേരിൽ ഇതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളില്ല. മാത്രവുമല്ല, നമുക്കറിയാം, കഴിഞ്ഞ പ്രളയകാലത്ത് നിലമ്പൂർ ഭാഗത്തുള്ള മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ ഒരു പള്ളി മോർച്ചറിയാക്കി മാറ്റി. ഒരുപാട് ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ചു. ആ പള്ളി മോർച്ചറിയാക്കി മാറ്റി. എന്നിട്ട് വലിയ വാർത്ത, അതും ഇദ്ദേഹം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലോകമാധ്യമങ്ങളിൽ വാർത്താ വിഷയമായി. അതാണ് വലിയ പോരിശ. ഏത് അള്ളാഹു ഇബാദത്തെടുക്കാനുള്ള പള്ളി മോർച്ചറിയാക്കി മാറ്റി. എന്നിട്ട് ആ പള്ളിയിലുള്ള ആളുകൾ അങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിൽ ജുമ നടത്തി. ഭയങ്കര പോരിശയാണ്. ഏത് ജുമ? അങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിൽ. പള്ളിക്ക് പുറത്ത് വേറെങ്കിൽ ജുമ നടത്താൻ പറ്റുമല്ലോ, വേറെ വിഷയം. പള്ളി എന്താക്കി? മോർച്ചറിയാക്കി മാറ്റി. ഇത് മുസ്ലിങ്ങളുടെ അഭിമാനമായി എടുത്തു പറയുന്നു. അതിന്റെ പേരിൽ ആ സംഘടനക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതും ചർച്ചയായതും അത് വേറെ വിഷയമാണ്. എതിർക്കാൻ മനസ്സുള്ള ചില ആളുകളെങ്കിലും അത്തരം കൂട്ടങ്ങളിലുണ്ട് എന്നത് ഇടയ്ക്കുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പള്ളിയല്ലാത്ത എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്. പള്ളി അവിടെ നിർത്തൂ. പള്ളിയോടനുബന്ധിച്ച് മദ്രസകളുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് മദ്രസകളുള്ള ഒരു പ്രദേശം ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ നാടായിരിക്കും. ഈ മദ്രസകൾ വിട്ടുകൊടുക്കാം. സർക്കാരിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. എമ്പാടും സൗകര്യങ്ങളുള്ള കോളേജുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സർക്കാരിന്റെയും കോളേജിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അല്ലാത്തതുമായ
ഹോസ്റ്റലുകൾ ഒഴിഞ്ഞുകിടക്കുന്നു, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളുകൾ ഒഴിഞ്ഞുകിടക്കുന്നു, ഓഡിറ്റോറിയങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു, കല്യാണങ്ങൾ നടക്കാത്തത് കൊണ്ട് കല്യാണ മണ്ഡപങ്ങൾ കാലിയായി കിടക്കുന്നു, 5-1 വാടക കൊടുത്താൽ എന്തിനും തരാമെന്ന അവസ്ഥയിൽ അവരെത്തി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി ഉണ്ടായിരിക്കെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളികൾ ഇങ്ങനെ കൊറോണ രോഗികൾക്ക് ചികിത്സിക്കാനുള്ള കേന്ദ്രമാക്കി മാതൃക കാണിക്കണം എന്ന് ഒരു മുസ്ലിം നേതാവായി ചമയുന്ന ആൾ പ്രസ്താവന ഇറക്കുന്നുവെങ്കിൽ ഇവിടെ അതിന്റെ തലക്കെട്ട് എന്താണ്? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ്. അതായത് പണ്ട് അങ്ങനെയായിരുന്നു, പള്ളിയിൽ പോയി പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവും, അതുകൊണ്ട് നമ്മളും അങ്ങനെ ആകണമെന്നാണ്. ഇങ്ങനെയുള്ള പ്രസ്താവന ഇറക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് മറ്റൊരു മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, അത് പുറേ പോയി പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയുന്ന ആളുകൾ അത് പുറേ പോയി പറഞ്ഞാൽ മതി. മുസ്ലിം സമൂഹത്തോടല്ല ഇക്കാര്യങ്ങൾ പറയേണ്ടത്. നേരത്തെ ഉണ്ടായ പ്രളയത്തിൽ ഈ കോഴിക്കോട് പരിസരത്ത് ഒരു പള്ളിയിൽ ആടിനെ കൊണ്ടുവന്ന് കിട്ടി, അത് പോരിശയാക്കി വാർത്തയാക്കി. അന്ന് ഞാൻ ഖുത്ബയിലോ ലേഖനത്തിലോ മറ്റോ എഴുതിയിരുന്നു, ആടിന് മെൻസസ് ഉണ്ടാവുകയില്ല, അത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാ. പക്ഷേ മെൻസസ് ഉണ്ടാകുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്ന് വാർപ്പിച്ചു. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താ? ഇതൊന്നും നോക്കൂല. എന്താണ് ആളുകൾക്കിടയിൽ ഞെളിയാൻ ഉള്ളത് എന്നത് മാത്രം പരതി നടന്ന് അതിന്റെ പേരിൽ പ്രസ്താവന ഇറക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യലല്ല ഈ മുസ്ലിം നേതാക്കന്മാരായി അവതരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഇനി നോക്കൂ, പള്ളികളിൽ 5 പേർക്കധികം പങ്കെടുക്കാൻ പാടില്ല. 7000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന പള്ളി നമ്മുടെ കേരളത്തിൽ എവിടെ ഒരു സ്ഥലത്തുണ്ട്. ആ 7000 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന പള്ളിയിലും 5 ആളുകൾക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇന്ന് വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ബസ്സിൽ ഒരു സീറ്റിൽ 2 ആളിരുന്ന് പോകുന്നു, ഒരു പ്രശ്നവുമില്ല. കള്ള് ഷാപ്പ് നാളെ മുതൽ അടക്കപ്പെടുമ്പോൾ കള്ള് ഷാപ്പ് അതിൽ പെട്ടിട്ടുണ്ടോ അല്ലേ ഞാൻ പത്രം നോക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇങ്ങനെ അടക്കപ്പെട്ടു. കള്ള് ഷാപ്പിന് മുമ്പിൽ ഒറ്റക്കാലിൽ നിന്ന് ആടി കള്ളും കുപ്പിക്ക് വേണ്ടി വരി നിൽക്കുന്നവനും കുടിച്ച് 4 കാലിൽ എഴയുന്നവനുമായ ആളുകൾക്ക് ഈ പ്രോട്ടോകോളുകളൊന്നും ബാധകമല്ല. അങ്ങനെ കള്ള് ഷാപ്പിന് മുമ്പിൽ 100 കണക്കിന് ആളുകൾ വരി നിൽക്കുമ്പോഴും ലോകത്തെവിടെയും കാണാത്ത രീതിയിൽ പള്ളികളിൽ കൃത്യമായ അകലം പാലിച്ച് മാസ്ക് ധരിച്ച് പ്രത്യേകമായി സജ്ജാദകൾ മുസല്ലകൾ കൊണ്ടുവന്ന് ലോകത്ത് ഏറ്റവും അധികം നിയമം പാലിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പള്ളികളിലാണ്. അങ്ങനെ നമസ്കരിക്കുന്ന പള്ളികളിൽ മാത്രം അവിടെ നിയമങ്ങൾ നടപ്പിലാക്കുക. ബസ്സിൽ 2 ആൾക്ക് ഒരേ സീറ്റിൽ യാത്ര ചെയ്യാം, ഇന്നും ഞാൻ കണ്ടതാ. അപ്പൊ അവിടെ പ്രശ്നമല്ല. നിയമം പാലിക്കുകയാണെങ്കിൽ എല്ലായിടത്തും പാലിക്കണം. അപ്പൊ എന്താ ഇത്? കള്ളുഷാപ്പിലില്ലാത്ത, കള്ളുഷാപ്പിനും കള്ളുകുടിയന്മാർക്കും നൽകപ്പെട്ട ആ അംഗീകാരമെങ്കിലും അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാനായി നിർമ്മിക്കപ്പെട്ട പള്ളികൾക്കും ആരാധനയിൽ ഏർപ്പെടുന്ന ആളുകൾക്കും നൽകപ്പെട്ടിരുന്നെങ്കിൽ ഈ നിയമത്തിന് അല്ലെങ്കിൽ ഈ അവകാശവാദങ്ങൾക്ക് ഇതിനുവേണ്ടി മുന്നിൽ നിന്ന് ഞങ്ങളാണ് ഇതൊക്കെ നേടിയെടുത്തു തരുന്നത് എന്ന സംഘടനാ പാർട്ടി നേതാക്കന്മാർക്ക് അഭിമാനിക്കാമായിരുന്നു. ഇതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ഇപ്പൊ നാളെ മുതൽ പള്ളികളെ ആരാധനാലയങ്ങൾ തുറക്കാനേ പാടില്ല എന്നാണ്. എന്നാൽ പിന്നെ മറ്റു സ്ഥലങ്ങളിലും ഇത്തരം നിയമങ്ങൾ പാലിക്കുമോ? ആശുപത്രി പോയി നോക്കി, ഏതെല്ലാം സ്ഥലങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ കല്യാണ സ്ഥലത്ത് 20 ആൾക്ക് പങ്കെടുക്കാന്നാണ്. കല്യാണ സ്ഥലത്ത് നാളെ മുതലും 20 ആളുകൾക്ക് പങ്കെടുക്കാം. അവിടെ എത്ര അകലം പാലിക്കുന്നു? വിളമ്പുന്നവനും സ്വീകരിക്കുന്നവനും തിന്നുന്നവരും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും എത്ര അകലം ഉണ്ടാകാറുണ്ട്? അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പള്ളിയിൽ ഇത്തരം നിയമങ്ങൾ പാലിച്ചു പോലും തുറക്കാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് അതിന് മാതൃക കാട്ടിയത് ഞങ്ങളാണ് നേതാക്കന്മാർ എന്ന് പറയുന്ന മത മേലധ്യക്ഷന്മാരാണ്. കാരണം എന്താ? പൂ എന്ന് പറഞ്ഞപ്പോഴേക്കെന്നെ ആ പള്ളി പൂട്ടാനല്ലേ ഞങ്ങൾ പൂട്ടിക്കോളാം, ബലി പൂരിപ്പിച്ചു. അങ്ങനെ പള്ളി പൂട്ടി അംഗീകാരം കൊടുത്തു. ബലി വിചാരിച്ചത് 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുന്നാണ്. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. 1 കൊല്ലത്തിലധികമായി. അപ്പോ നേരത്തെ നിങ്ങൾ എന്തുകൊണ്ട് പൂട്ടാൻ അംഗീകരിച്ചു? ഇപ്പൊ പിന്നെ എന്തുകൊണ്ട് പൂട്ടിക്കൂടാ? കഴിഞ്ഞ നിങ്ങൾ ജുമാഅത്തില്ലല്ലോ, പിന്നെന്താ ജുമാ നടത്താതിരുന്നാൽ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള അവസരം കൊടുത്തത് ഈ ആളുകളാകുന്നു. അതുകൊണ്ട് എന്താണ് ഖൈർ എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി വേണം ഇത്തരം നേതാക്കന്മാർ പ്രവർത്തിക്കാൻ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിന്റെ അർത്ഥം നിയമം പാലിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് പള്ളി നമുക്ക് പറയാനുള്ളത് പുറത്ത് പാലിക്കുന്ന നിയമം പള്ളി കൊണ്ടുവന്നല്ല, പള്ളിയിൽ പാലിക്കപ്പെടുന്ന നിയമം പുറത്ത് നടപ്പിലാക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു, അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ ഏറ്റവും കൃത്യമായി നിയമം പാലിക്കപ്പെടുന്ന പള്ളികൾക്ക് ഒരു നിയമവും പുറത്ത് മറ്റ് സംവിധാനങ്ങൾക്ക് വേറെ ഒരു നിയമവും അല്ലെങ്കിൽ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ നൽകപ്പെടുന്നത് ശരിയല്ല എന്നതാകുന്നു സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മാറാവ്യാധികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ വർഷം തീരെ റമദാൻ പള്ളിയിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഇന്നുവരെ പള്ളിയിൽ പോകാൻ സാധിച്ചു.
ജമാഅത്ത് നമസ്കാരങ്ങൾ നടന്നു, ജുമാ നമസ്കാരങ്ങൾ നടന്നു, ഖിയാമുൽ ലൈൽ നടന്നു, എല്ലാം നടന്നു. നാളെ മുതൽ പള്ളികൾ അടക്കപ്പെടും എന്നാണ് പറയുന്നത്. ഒരാൾക്ക് പോലും അല്ലെങ്കിൽ ആരാധനകൾ നടത്താൻ സംവിധാനമില്ലാത്ത തരത്തിൽ പള്ളികൾ അടക്കണം എന്നാണ് ഇന്നത്തെ പേപ്പറിൽ കണ്ടത്. അതിന്റെ വിശദീകരണം എന്ത് എന്നത് അറിയില്ല. കഴിഞ്ഞ വർഷം ഒരാൾക്ക് ബാങ്ക് കൊടുക്കാനും നമസ്കരിക്കാൻ രണ്ടാളുകൾക്ക് പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അതുണ്ടോ ഇല്ലേ അല്ലാഹു അഅലം. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനകൾ കൃത്യമായി നിർവഹിക്കാൻ താല്പര്യപ്പെടുന്ന വിശ്വാസികൾക്ക് അവ സ്വതന്ത്രമായും ഭയപ്പാടില്ലാതെയും നിർവഹിക്കാനുള്ള ശാന്തമായ നിർഭയമായ അന്തരീക്ഷം അല്ലാഹുവെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ, റമദാനിന്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി മഹ്റൂമുകളാകാതെ നോമ്പ് സ്വീകരിക്കപ്പെടുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവെ, ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് രോഗം കൊണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രോഗി പോസിറ്റീവായ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. സ്വന്തം മക്കൾക്കോ അടുത്തവർക്കോ ഭാര്യക്കോ ഭർത്താവിനോ ഒന്നും പോയി നോക്കാനോ ചോദിക്കാനോ പറയാനോ ഒരു ആശ്വാസത്തിന്റെ ക്ഷമയുടെ വാക്ക് പറയാൻ പോലും കഴിയാത്ത, മരണസമയത്ത് ഒന്ന് കെലിമ ചൊല്ലി കൊടുക്കാൻ കഴിയാത്ത, മരിച്ചാൽ പോലും ഒന്ന് മുഖം കാണാൻ കഴിയാത്ത, അടുത്തു നിന്ന് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത എന്തൊരു ഭീതിതമായ അന്തരീക്ഷമാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് അതിന്റെ ആദ്യപടി. അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. പിന്നീട് അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവെ, ഞങ്ങളെ ഈ വിഷമത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി ശാന്തിയും സമാധാനവും രോഗമുക്തിയും ആശ്വാസവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ നീ അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. മോർച്ചറികൾക്ക് മുമ്പിൽ അതുപോലെ തന്നെ മറ്റ് മറമാടുന്ന സ്ഥലങ്ങളിൽ നിരയായി മയ്യത്തുമായി വരുന്ന ആംബുലൻസുകളുടെ നിരകൾ കാണുന്നു. മറ്റ് രാജ്യങ്ങളിൽ കേട്ടത്, പണ്ട് ഇറ്റലിയിൽ കേട്ടത്, പിന്നെ വടക്കേ ഇന്ത്യയിൽ കേട്ടത് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ എത്തി നിൽക്കുന്നു. ഒരു കുടുംബത്തിൽ തന്നെ 2ഉം 3ഉം ആളുകൾ, മാതാപിതാക്കളും മക്കളും മരിച്ച വാർത്ത ഇന്നും ഇന്നലെയുമൊക്കെ പത്രങ്ങളിൽ നമ്മൾ കണ്ടു. ചെറുപ്പക്കാരായ ആളുകൾ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ അള്ളാഹുവെ, ഞങ്ങളെ കടുത്ത പരീക്ഷണങ്ങൾക്ക് നീ വിധേയമാക്കരുതേ റഹ്മാനെ. അള്ളാഹുവെ, ഈ മാസത്തിന്റെ ബറക്കത്ത് അതുപോലെ തന്നെ നിന്റെ ഫള് അള്ളാഹുവെ, ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന യഥാർത്ഥ മോക്ഷം ലഭിച്ച ആളുകളായി ദുനിയാവിലും ആഖിറത്തിലും മാറുവാൻ, നിന്റെ കൽപ്പനകൾ ശരിയായി പാലിച്ചും തിന്മകൾ വെടിഞ്ഞും നിന്റെ യഥാർത്ഥ ദാസന്മാരായി മാറുവാൻ, തഖ്വ കൈവരിച്ച് യഥാർത്ഥ മുത്തഖികളായി മാറുവാൻ, അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി മാറാൻ, അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന അള്ളാഹുവെ, നിന്റെ ഇബാദുകളിൽ, നിന്റെ അടിമകളിൽ, ഇബാദുർ റഹ്മാൻ എന്ന് നീ വിശേഷിപ്പിച്ച റഹ്മാന്റെ അടിമകളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ടും അതുപോലെ തന്നെ രോഗവ്യാപനം കൊണ്ട് ഉണ്ടായിത്തീരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക മാന്ദ്യവും അതുമൂലമുണ്ടാകുന്ന ദാരിദ്ര്യവും കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുവെ, അവർക്കൊക്കെ നീ ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ ധന്യത മനസ്സിനും സമ്പത്തിനും ശരീരത്തിനും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അള്ളാഹുവെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ നോമ്പും കർമ്മങ്ങളും നാളെ നരകത്തിനും ഞങ്ങൾക്കുമിടയിലുള്ള മറയാക്കി നീ മാറ്റണം റഹ്മാനെ. അള്ളാഹുവെ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്ന യഥാർത്ഥ വിജയികൾ എന്ന് നീ വിശേഷിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ അത്തരം വിജയികളായി മാറാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ജന്നത്തുൽ ഫിർദൗസ് റയ്യാനിലൂടെ കടന്നു പോകാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, നോമ്പ് നോറ്റ് റയ്യാനിന്റെ ഉടമകളാകുവാൻ, ജന്നത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ആളുകളാകുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുമായ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, അതുപോലെ തന്നെ മക്കൾ, മറ്റുള്ള എല്ലാ ആളുകളെയും വിശ്വാസികളായ സഹോദരന്മാർ അള്ളാഹുവെ, നാളെ പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ കുടുംബമായി അതുപോലെ തന്നെ ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി സഹോദരന്മാരായി മുഖാമുഖം ചാരിയിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.